Watch India's largest kids library only on Jio Hotstar. Download the app now. എനിക്ക് മാരത്തോണിൽ ഓടണമെന്നുണ്ട്. പക്ഷെ ഞാൻ മുന്നിൽ ഓടുമ്പോൾ പിന്നിൽ വെള്ള കള്ളന്മാര് മോഷ്ടിക്കാൻ ശ്രമിച്ചു കഴിഞ്ഞാൽ അവരെ പിന്നെ ആര് പിടിക്കും? പറയൂ. ചിങ്കം സാറേ, എനിക്കും ഓടാൻ പറ്റുമായിരുന്നു. പക്ഷെ എന്റെ ബോക്സിംഗ് ഗ്ലൗസ് എന്ത് ചെയ്യും? അതിന് ബോക്സർ കൈകൊണ്ടാണ് ഓടുന്നത്. ഈ കൈകൊണ്ട് അടി വാങ്ങാൻ തെടുക്കോയോ നിനക്ക്? നാളേക്ക് തന്നെ എന്റെ അടുത്ത് ബോക്സിംഗിന് വന്നേക്കണം കേട്ടോ. പ്രാക്ടീസ് ചെയ്യണ്ടേ? പറയേ. വലിയേട്ടാ, ഇത് ഫുർഫുറി നഗരത്തിന്റെ അഭിമാനത്തിന്റെ പ്രശ്നമാണ്. അതുകൊണ്ട് ഫുർഫുറി നഗരത്തിൽ നിന്ന് ആരെങ്കിലും ഒരാൾ ഈ മാരത്തോണിൽ പങ്കെടുക്കണം. ഇനി ആരും അതിൽ പങ്കെടുത്തില്ലെങ്കിൽ പിന്നെ ഈ ഫുർഫുറി നഗരത്തിന് വേണ്ടി ഞാൻ തന്നെ ഇറങ്ങേണ്ടി വരും. ഞാനത് അടിച്ചു പൊളിക്കും. മോട്ടു, തന്റെ ഈ കുടം വയറും വെച്ചോണ്ട് തനിക്ക് ഒരിക്കലും ഓടാൻ കഴിയില്ല. ഞാൻ പറഞ്ഞതാണ്. ഞാൻ ഇതിൽ പങ്കെടുത്ത് നമ്മുടെ നഗരത്തിന്റെ പേര് രക്ഷിക്കും. കണ്ടോളൂ. അതെ മോട്ടു, ഈ കാര്യം ചിങ്കം സാറോ പത്ലുവോ അല്ലെങ്കിൽ ഞാനോ പറയണം. നീ ഓടാൻ തുടങ്ങിയാലേ റോഡ് റോളർ ഓടുന്നത് പോലെ ഇരിക്കും. മനസ്സിലാകുന്നുണ്ടോ നിനക്ക്? നിങ്ങളൊക്കെ എന്താണ് പറഞ്ഞു വരുന്നത്? എനിക്ക് ജയിക്കാൻ പറ്റില്ലെന്നാണോ? ഞാൻ ജയിച്ചിരിക്കുമെന്ന് പറഞ്ഞാൽ ജയിച്ചിരിക്കും. അതിലൊരു മാറ്റവും ഇല്ല. ഒരു പ്രാവശ്യം ഞാൻ കമ്മിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ ഞാൻ ആരുടെ വാക്കുകളും കേൾക്കാറില്ല. പത്തിലോ അവരൊക്കെ എന്നെ നോക്കി ചിരിക്കുമ്പോ നീയും പുറകിൽ ചിരിക്കുവാണോ? ഇല്ലല്ലോ. അങ്ങനെയാണെങ്കിൽ എന്റെ മുഖത്ത് എഴുതി ഒട്ടിച്ചിട്ടുണ്ടോ? വരുന്നവനും പോകുന്നവനും ഒക്കെ നോക്കി ചിരിക്കാൻ പറ. എന്റെ മോട്ടു, ജനങ്ങൾ ചിരിക്കാൻ കാരണം നിന്റെ ഫിറ്റ്നസ് ആണ്. അതായത് ജനങ്ങൾ ആലോചിക്കുന്നത് നീ ഈ ശരീരം വെച്ചുകൊണ്ട് എങ്ങനെ മാരത്തോണിൽ ജയിക്കുമെന്നാ. അതും ഈ ഫുർഫുറി നഗറിലെ മാരത്തോണിൽ എങ്ങനെ ജയിക്കുമെന്ന്. എല്ലാവരും എന്നെ ഒരുപാട് അപമാനിക്കല്ലേ. ഞാൻ ഇതിനു വേണ്ടി തന്നെ നിങ്ങളുടെ എല്ലാവരുടെയും മുൻപിൽ ജയിച്ച് കാണിക്കും. കണ്ടോളൂ. വരൂ, ഡോക്ടർ ജഡ്കാരുടെ അടുത്തേക്ക് പോവാം. വലിയേട്ടാ, എനിക്ക് എന്റെ ശരീരഭാരം കുറച്ചേ പറ്റൂ. എനിക്ക് ഫുർഫുറി നഗരത്തിന് വേണ്ടി മാരത്തോൺ റേസിൽ പങ്കെടുക്കാനുള്ളതാ. ഹോയ് മോട്ടു, എന്റെ ചങ്ക, എന്റെ ബ്രോ, നീ ഇങ്ങനെ വിഷമിക്കല്ലേ. ബോഡി വെയിറ്റ് നമുക്ക് കുറയ്ക്കാവുന്നതേ ഉള്ളൂ. നീ ആ ത്രെഡ്മില്ലിൽ ഒരു വർഷം ഒന്ന് എക്സസൈസ് ചെയ്താൽ മതി. ഒരു വർഷത്തേക്കോ? എന്റെ കയ്യിൽ അത്രയ്ക്കൊന്നും സമയമല്ല വലിയേട്ടാ. ഓ എന്റെ ചങ്ക, എന്റെ ബ്രോ, നോക്ക്, ഞാൻ മിഷന്റെ സ്പീഡ് അങ്ങ് കൂട്ടിയാൽ പോരെ. പിന്നെ നീ ഇതിൽ ഒരു മാസം ഓടിയാൽ മതി. മാസോ? ഇത് ഒരുപാട് കൂടുതലാണ് വലിയേട്ടാ. സമയം കുറച്ചുകൂടെ കുറയ്ക്ക്. ഇല്ല കൂട്ടുകാരാ, ഇല്ല. ഇത് കൂടുതൽ സ്പീഡ് കൂട്ടാൻ എന്നെ കൊണ്ട് പറ്റത്തില്ല. ഇനിയും സ്പീഡ് കൂട്ടിയാൽ ഈ പ്ലാൻ വർക്കൗട്ട് ആകത്തില്ല. ഒരു മാസം വരെ ഓടാൻ ആർക്കാ സമയമുള്ളത്? ഞാനിപ്പൊ തന്നെ ഇത് ഒരു ദിവസത്തേക്കാക്കി തരാം. വലിയേട്ടാ, നിർത്തൂ, രക്ഷിക്കണേ. ഈ മെഷീൻ നിൽക്കുന്ന ലക്ഷണം ഇല്ലല്ലോ. ആരെങ്കിലും ഒന്ന് നിർത്തൂ. നീ ധൃതി കാണിച്ച് വേറെ ഏതെങ്കിലും ബട്ടണിൽ അമർത്തി കാണും. അതെ വലിയേട്ടാ, ഞാൻ ഒരു മാസം എന്നുള്ളത് ഒരു ദിവസത്തേക്കാക്കി മാറ്റി. ഓ മോട്ടു, മോട്ടു, മോട്ടു. മോട്ടു, അവിടെ നിക്ക്. അല്ല, ഞാനിപ്പോ എന്താ ചെയ്യും പത്തലു? ഇതെങ്ങനെയാ നിർത്തുന്നത്? എന്റെ കാലതിന് നിന്നിട്ട് വേണ്ടേ? എടോ മോട്ടു, താൻ വന്ന് നന്നായി. പിടിക്ക്, ആ ജോണിനെ പിടിക്ക്. അവന്മാര് ബാങ്കിൽ നിന്ന് പണം മോഷിച്ച് രക്ഷപ്പെട്ട് കളഞ്ഞു. അവനെ കുറിച്ച് നിങ്ങൾ ചിന്തിക്കണ്ട ചിങ്ങം സാർ.
കള്ളന്റെ അടുത്തത് കെട്ടോണ്ട് പോകുന്ന കള്ള കള്ള അവിടെ നിക്ക്. എന്റെ അമ്മോ, എന്താണത്? കള്ളന് കഞ്ഞി വെച്ചു. ഈ മൂട്ടു എന്തിനാ ബാഗ് എടുത്തോണ്ട് ഓടി പോകുന്നത്? ഏയ്, സ്റ്റോപ്പ് ഇൻ ദ നെയിം ഓഫ് ലോ. ഇന്ത്യ നിയമമാണ് സത്യം. അവിടെ നിൽക്കാൻ. ഏയ്, ജോണിനെ പിടിക്കാൻ പോയിട്ട് ഞാൻ എങ്ങോട്ടാ ഈ ബാഗ് അടിച്ചോണ്ട് ഓടി പോകുന്നത്? എന്ത് ചെയ്യാനാ ചിങ്കം സാറേ? എന്റെ കാലുകൾ ഒരു സ്ഥലത്ത് നിന്നിട്ട് വേണ്ടേ? ഇന്ന് നിങ്ങളുടെ ബാഗ് പിടിച്ചോളൂ. എന്റെ അമ്മോ, എന്റെ അമ്മോ, എന്റെ കാല്. ദാ വന്നു ബാഗ്. വലിയേട്ടാ, എന്റെ കാലുകളൊന്നും നിർത്തി തരൂ. ഓയ് മോട്ടു, എന്റെ ചങ്ക, എന്റെ ബ്രോ, എന്നെ കൊണ്ട് ഇപ്പൊ ഒന്നും ചെയ്യാൻ സാധിക്കില്ല. കാരണം ആ മിഷൻ നിന്റെ ഉള്ളിൽ ഇപ്പൊ സെറ്റായി. നീ എങ്ങനെ നിൽക്കും, എപ്പോ നിൽക്കുന്നൊന്നും എനിക്കറിയത്തില്ല. നീ ഓടിക്കൊണ്ടേയിരിക്കോ. എന്താ പറ്റുമെന്ന് നോക്കാലോ. അല്ല, വളരെ നല്ല കാറ്റാണല്ലോ ഇങ്ങോട്ട് വരുന്നത്. ഇത്ര നല്ല കാറ്റുള്ളത് കൊണ്ട് നമുക്ക് കറണ്ട് ബില്ലിന്റെ ചെലവ് ഉണ്ടാവില്ല. ഓട് മോട്ടു, നീ ഓടിക്കൊണ്ടേ ഇരിക്ക്. എന്റെ പത്തില് ഒന്ന് വേഗം എന്തെങ്കിലും ചെയ്യേ. റേസിൽ നീ പങ്കെടുക്കുന്നുണ്ടല്ലോ, പിന്നെന്താ? പക്ഷേ എനിക്ക് എന്നെ നിയന്ത്രിക്കാൻ പറ്റുന്നില്ലല്ലോ. എന്റെ മോട്ടു, റേസിൽ നിൽക്കാൻ പറ്റില്ല, ഓടിക്കൊണ്ടിരിക്കണം. പക്ഷേ ലൈനിൽ നിന്നല്ലേ പറ്റൂ. പത്തിലു എന്തെങ്കിലും ചെയ്യൂ, എന്തെങ്കിലും ചെയ്യണ്ട പത്തിലു. എനിക്കൊന്നും പറയാനില്ല. എന്റെ കയ്യിൽ ഒരൊറ്റ ഐഡിയേ ഉള്ളൂ. ഇപ്പൊ ഞാൻ കിടന്ന് ഉറങ്ങട്ടെ. ഇത് കൊള്ളാലോ. മോട്ടുവിന് ഓടാൻ ധൃതിയോ? എനിക്ക് തോന്നുന്നു മോട്ടു ഓടാൻ വേണ്ടി നല്ല തയ്യാറെടുത്ത് വന്നിരിക്കാമെന്നാ. ഇനി എനിക്ക് വെയിറ്റ് ചെയ്യാൻ പറ്റില്ല. വേഗം ആക്ഷൻ പറയൂ, ആക്ഷൻ. സഹോദരി സഹോദരന്മാരെ, മാന്യ ജനങ്ങളെ. ആ ജനങ്ങളെയൊക്കെ വിട്ടേക്കും മേയർ സാറേ. എന്റെ കാലുകളെ എനിക്ക് നിർത്താൻ പറ്റുന്നില്ല. വേഗം തന്നെ റേസ് തുടങ്ങണ്ട സാറേ. തുടങ്ങും സാറേ. ഓക്കെ, സ്റ്റാർട്ട് ചെയ്യൂ. റേസ് സ്റ്റാർട്ട് ചെയ്യൂ. അല്ല, ഇവനെന്നെ പറ്റി എങ്ങനെ ഇത്ര സ്പീഡിൽ ഓടിയത്? എനിക്ക് തോന്നുന്നു അയാളുടെ വാലിന് തീ പിടിച്ചെന്നാ. അല്ല, എനിക്ക് ഓടണം. ആ ഓടൂ. വളരെ നല്ല കാര്യം. എനിക്കിത് ഇഷ്ടപ്പെട്ടു. എന്റെ കാലുകൾ നിന്നിരിക്കുന്നു. മോട്ടു ഫിനിഷിംഗ് ലൈൻ എത്തുന്നതിന് മുമ്പ് നിർത്തിയല്ലോ. മോട്ടു ചിലപ്പോ ഒരുപാട് ക്ഷീണിച്ചിട്ടുണ്ടാവും. എന്റെ മോട്ടു, നീ എന്തായി ചെയ്യുന്നത്? ഓട്. എന്റെ പത്തിലു, എന്റെ കാലുകൾ ഇപ്പൊ ഇളകുന്നില്ല. ഞാൻ എങ്ങനെയാ ഓടുക? എനിക്ക് ഓടാൻ പറ്റില്ല. മോട്ടു, എന്റെ ചങ്ക, എന്റെ ബ്രോ, നീ ഓടിയേ മതിയാകൂ. എന്നെ കൊണ്ട് പറ്റില്ല വലിയേട്ടാ. മോട്ടു, ഇത് ഫുർഫുറി നഗറിന്റെ അഭിമാനത്തിന്റെ പ്രശ്നമാണ്. ഇത് നിന്റെ അഭിമാനത്തിന്റെ പ്രശ്നമാണ്. ഇതെന്റെ കൂട്ടുകാരന്റെ അഭിമാനത്തിന്റെ പ്രശ്നമാണ്. പക്ഷേ ഇളകാത്ത കാലുകൊണ്ട് ഞാൻ എങ്ങനെയാ ഓടുക? എനിക്ക് ഓടാൻ പറ്റുന്നില്ലല്ലോ. എന്താ ചെയ്യാ? അല്ല, വേഗം ഓട്. എനിക്ക് തോന്നുന്നു മോട്ടു ടയർഡാ എന്നാ. നമുക്ക് ജയിക്കാൻ ഇപ്പൊ നല്ലൊരു ചാൻസാ. മോട്ടു, കാലുകൊണ്ട് ഓടാൻ കഴിയുന്നില്ലെങ്കിൽ കൈ കൊണ്ട് ഓട്. വേഗം ഓട്. നീ ഫുർഫുറി നഗർ
നഗരത്തിന് വേണ്ടി വിജയിച്ചേ മതിയാകൂ. ഓക്കെ പത്ലു, ഓക്കെ. അല്ല, ഈ മോട്ടുവിനെ എന്ത് മണ്ണുകൊണ്ടാ ഉണ്ടാക്കിയിരിക്കണേ? ഇത് നോക്കിയ കൈ കൊണ്ട് ഓടണ. അങ്ങനെ ഇതോടെ മോട്ടുജി ഫുർഫുരി മാരത്തൺ റേസ് ജയിച്ചിരിക്കുന്നു. Watch India's largest kids library only on Jio Hotstar. Download the app now.